ഹലോ മക്കളെ, നമ്മുടെ സെക്കൻഡ് ഇയറിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നോക്കിക്കോണേ. ക്വസ്റ്റൻ ഒന്ന് നോക്കിക്കേ. ഒരു ഡിപ്ലോയിഡ് ആയുള്ള ഫീമെയിൽ പ്ലാന്റും ഒരു ടെട്രോപ്ലോയിഡ് ആയുള്ള മെയിൽ പ്ലാന്റും ക്രോസ് ചെയ്തു. അങ്ങനെ ക്രോസ് ചെയ്താൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എൻഡോസ്പേമിൻ്റെയും എംബ്രിയോയുടെയും പ്ലോയിഡി ലെവൽ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ഡിപ്ലോയിഡ് ഫീമെയിൽ പ്ലാന്റ് ആണ്. ആ ഡിപ്ലോയിഡ് ഫീമെയിൽ പ്ലാന്റിൻ്റെ സെൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആയിരിക്കും, 2n ആയിരിക്കും. അത് ഫീമെയിൽ ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് മിയോസിസിന് പോകണം. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ 2n റിഡക്ഷൻ ഡിവിഷന് പോയാൽ ആ പ്ലാന്റിൽ ഉണ്ടാകുന്ന ഫീമെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത് n ആയിരിക്കും. അത്തരം പ്ലാന്റിൽ ഉണ്ടാവുന്ന എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലുള്ള പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് രണ്ട് ഹാപ്ലോയിഡ് ന്യൂക്ലിയൈ ആയിട്ടാണ് പോളാർ ന്യൂക്ലിയൈ കിടക്കുന്നുണ്ടാവുക. എന്നാൽ ഇനി നമ്മുടെ കയ്യിലുള്ളത് ടെട്രാപ്ലോയിഡ് മെയിൽ പ്ലാന്റ് ആണ്. ടെട്രാപ്ലോയിഡ് മെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിലെ സെൽ എന്ന് പറയുന്നത് 4n ആയിരിക്കും. അതിൽ മെയിൽ ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ 4n സെല്ലുകൾ മിയോസിസിന് പോകും. അപ്പോൾ അതിൻ്റെ പകുതിയാണ് മാറുക. അപ്പോൾ മെയിൽ ഗമേറ്റ് 2n ആയിരിക്കും. കാരണം എന്താ, ടെട്രാപ്ലോയിഡ് എന്ന് പറയുന്നത് 4n ആണ്. അപ്പോൾ മിയോസിസ് നടന്നാൽ 2n ആയിട്ട് മാറും. ഇനി നോക്കിക്കോണേ, എൻഡോസ്പേം ഉണ്ടാകുമ്പോൾ ഇവർ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാവണ എൻഡോസ്പേമിൻ്റെ പ്ലോയിഡിയാണ് ചോദിച്ചുള്ളത്. അപ്പോൾ നമ്മൾ എൻഡോസ്പേം എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചു. മെയിൽ ഗമേറ്റും പോളാർ ന്യൂക്ലിയയും കൂടി ചേർന്നാലാണ് എൻഡോസ്പേം ആയിട്ട് മാറുക. മെയിൽ ഗമേറ്റ് 2n ആണ് നമുക്ക് കിട്ടി, പോളാർ ന്യൂക്ലിയസ് n,n ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഈ 4 ന്യൂക്ലിയസുകളും കൂടി ചേരുമ്പോൾ 4n ആണ് എൻഡോസ്പേം ഉണ്ടാവുക. ഇനി എംബ്രിയോ നോക്കിക്കോണേ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടി ചേർന്നിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുക. മെയിൽ ഗമേറ്റ് 2n ആണെന്ന് കിട്ടി, ഫീമെയിൽ ഗമേറ്റ് n ആണെന്നും കിട്ടി. അപ്പോൾ എംബ്രിയോ ഉണ്ടാവുക ട്രിപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എൻഡോസ്പേം 4n ഉം എംബ്രിയോ 3n എന്നുള്ള ഓപ്ഷൻ 1 ആണ് ആൻസർ കിട്ടുക.